പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ കേരളം ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് ബിന്ദു എന്ന വ്യക്തിയുടെ മരണമാണ്. ആ മരണത്തെ തുടർന്നുള്ള അടക്കവും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ നെഞ്ചകം പൊട്ടുമാർ ഉച്ചത്തിൽ കരയുന്ന സ്വരവും പ്രതീക്ഷകളുടെ ദീപനാളം പോലെ കാത്തിരുന്ന ഒരമ്മയുടെ വിങ്ങലും ഇണയോ തുണയായി കൂടെ നിന്ന ഒരു ഭർത്താവിൻ്റെ വിഷമവും പ്രതീക്ഷകളോടോ സ്നേഹത്തോടോ വാത്സല്യത്തോടോ നടവഴിയിൽ ഒരു കണ്ണ് പായിച്ച് മറ്റുള്ളവരെ ഇഷ്ടത്തോടെ ചേർത്തെടുത്ത് നടന്നുപോയവർക്ക് കൊടുത്ത ഒരു സ്പർശനം, അതിൽ നിന്ന് ഇവർ വിട്ടുപോയല്ലോ എന്ന ഒരു വിഷമത്തോടെ വിതുമ്പിക്കരയുന്ന ജനങ്ങളും ക്യാമറ കണ്ണുകൾ ഇതൊക്കെ ഒപ്പിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പാഞ്ഞു നടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മരണങ്ങളിൽ പങ്കെടുക്കണം. ഒന്ന്, ഒരു 36 വയസ്സുള്ള ഒരു വ്യക്തി, അത് ഹാർട്ട് അറ്റാക്കായിരുന്നു, ഗൾഫിൽ കിടന്നാണ് മരിച്ചത്. മറ്റൊന്ന്, ഈ നാട്ടിൽ തന്നെ 42 വയസ്സുള്ള ഒരു വ്യക്തി, അതും പെട്ടെന്നായിരുന്നു. ഞാനിന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, കാലത്തിൻ്റെ ഘടികാരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ കറക്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ചക്രവാളത്തിൽ നമ്മൾ നിലയ്ക്കും, പക്ഷേ ഘടികാരം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മുമ്പോട്ട് പോകുന്ന ഘടികാരത്തിൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നു എന്നതാണ് സത്യം. ഇന്നലെ ഒരു വിധത്തിലും മനുഷ്യൻ ചിന്തിക്കാത്ത സമയത്താണ് അമേരിക്കയിൽ മിന്നൽ പ്രളയമുണ്ടായത്. അതിൽ 19 പെൺകുട്ടികളെ കാണാനില്ല. അത് അമേരിക്ക പോലുള്ള ഒരു സ്ഥലം എന്നാലോചിച്ചുള്ളൂ, ടെക്സസിലാണെന്ന് തോന്നുന്നു. അവിടെ അവരൊന്നും പ്രതീക്ഷിച്ചില്ല. 500 കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് മിന്നൽ പ്രളയം ഉണ്ടാകുന്നതും 19 കുട്ടികളെ കാണാതാവുന്നതും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാമത്തെ കാര്യം, മരണത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഒരിക്കലും ബിന്ദു വിചാരിച്ചിരുന്നില്ല ഞാൻ ഇന്ന് കുളിക്കാൻ പോകുന്നത് എൻ്റെ അവസാനത്തെ കുളിയായിരിക്കും എന്ന് ചിന്തിച്ചില്ല. ബാത്റൂമിൽ കയറി, ബാത്റൂമിൻ്റെ ഭിത്തി തകർന്നു, താഴെ പോയി. ആരും ചിന്തിച്ചിരുന്നില്ല ബിന്ദു ജീവനോടെ പ്രസരിപ്പുള്ള ശരീരത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി പോകുമ്പോൾ വീണ്ടും ഒരു വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞുകൊണ്ടുവരും എന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. മകന് ആദ്യം കിട്ടിയ ശമ്പളം, അവനെ നൊന്തു പെറ്റ് വളർത്തിക്കൊണ്ടുവന്ന് അവൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം എന്തെന്നറിയാം, അവൻ്റെ ശരീരത്തിൻ്റെ നൈർമല്യം എന്തെന്നറിയാം, അവൻ്റെ സ്വരം എന്തെന്നറിയാം. അങ്ങനെ അറിഞ്ഞു വളർത്തിയ അമ്മയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുത്തേക്കാം തൻ്റെ ആദ്യത്തെ ശമ്പളം എന്ന് ചിന്തിച്ച് അത് കൊണ്ടു കൊടുക്കാൻ അമ്മയുടെ അടുത്തെത്തിയതാണ്. കയ്യിലെത്തിക്കുന്നതിന് മുമ്പ് കൈവിട്ടുപോയി ആ ജീവിതവും ജീവനും. പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയാണ് നൈമിഷികമായ ജീവിതം. ഏതു സമയവും എടുക്കപ്പെടാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം പ്രിയ സുഹൃത്തുക്കളെ, ജീവിച്ചിരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം, അത് സാമ്പത്തികം മാത്രമല്ല. ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവസാനം വരെ നിൽക്കുന്നത് ഒരു ഉപകാരമാണ്. ഒരു ടാർപ്പ വലിച്ചു കെട്ടാൻ സഹായിക്കുന്നത് ഒരു ഉപകാരമാണ്. 2 കസേര എടുത്തിട്ട് കൊടുക്കുന്നതും ഉപകാരമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ, നമുക്ക് തന്നിരിക്കുന്ന സമയം നമുക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കരുത്. ആ സമയം മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയാണ്. അതിന് ഉദാഹരണത്തിന്, നിങ്ങൾ ശ്വസിക്കുന്നുണ്ടല്ലേ, ശ്വസിക്കുമ്പോൾ ആ ശ്വസനത്തിന് കിട്ടുന്ന ഓക്സിജൻ നമ്മളാരും നട്ട ചെടി തന്നതല്ല, ആരോ നട്ട ചെടി തന്നതാണ്. കുടിക്കുന്ന വെള്ളം നമ്മൾ കുഴിച്ച കിണറിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല, അത് ആരൊക്കെയോ കുഴിച്ച കിണറാണ്. ഏതോ പശു ചുരത്തിയ പാലിൻ്റെ മധുരമാണ് നമ്മൾ ചായയായി മാറ്റുന്നത്. അപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെ കുറേ സത്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട്. കഴിയുമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്യും. ബാലകൃഷ്ണൻ പോലൊരു കാര്യം കൂടെ പറയട്ടെ, ഒരാളെക്കുറിച്ച് നന്മ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നന്മ മാത്രം സംസാരിക്കുക, തിന്മ വേണ്ട, തിന്മ സംസാരിക്കാതിരിക്കുക. നന്മയാകട്ടെ. ജീവിതം എല്ലാവർക്കും ഉള്ളൊരു കോമൺ പ്രതിഭാസമാണ് മരണം. ഭയപ്പെടുകയല്ല, ഒരുങ്ങുകയാണ് വേണ്ടത്.